ചിലർ പറയാറുണ്ട് ക്രൈസ്തവ മിഷണറിമാരെ ഇവിടെ വന്നത് പാൽപ്പൊടി കൊടുത്ത് മതം മാറ്റാൻ വേണ്ടിയാണ്, പാൽപ്പൊടി കൊടുത്ത് വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ്. പാൽപ്പൊടി മാത്രമല്ല, പാൽപ്പൊടിയോടുകൂടെ മറ്റു ഭക്ഷ്യ വസ്തുക്കളും കൊടുത്തിട്ടുണ്ട്. അത് വിശപ്പ് മാറ്റുവാൻ വേണ്ടിയാണ് ക്രൈസ്തവ മിഷണറിമാർ കൊടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഈ ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ വന്നിട്ടുള്ളത്? അവർ മതപരിവർത്തന ലോബികളാണോ, അല്ലെങ്കിൽ മതപരിവർത്തന മാഫിയകളാണോ? അല്ല. തീർച്ചയായും ഒരു സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ മനപരിവർത്തനത്തിന്റെ വക്താവായ, അല്ലെങ്കിൽ മനുഷ്യർക്ക് മനപരിവർത്തനം നൽകുന്ന, മാനസാന്തരം നൽകുന്ന, അധാർമികതയിൽ നിന്ന് ധാർമ്മികതയിലേക്ക് നയിക്കുന്ന, സച്ചിന്തകളിലേക്ക് നയിക്കുന്ന യേശുക്രിസ്തുവിനെ തീർച്ചയായും അവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് അത് മാത്രമായിട്ട് ഒതുക്കാതെ ആ പരിവർത്തനത്തിന്റെ സന്ദേശം സൊസൈറ്റിയെ കൂടി പരിവർത്തനപ്പെടുത്തേണ്ടതാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മതജാതി വർണ്ണവർഗ വ്യത്യാസമില്ലാതെ അവർ വിദ്യ പകർന്നു നൽകി. നമ്മൾ അഭിമാനത്തോടെ കാണുന്ന പല വിദ്യാലയങ്ങളും അടിസ്ഥാനമിട്ടത് ആരാണ്? വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനമിട്ടത് ക്രൈസ്തവ മിഷണറിമാരാണ്. കോട്ടയത്തെ CMS കോളേജ്, ബേക്കർ മെമ്മോറിയൽ സ്കൂള്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, തലശ്ശേരിയിൽ ബ്രണ്ടൻ കോളേജ്, ഇതൊക്കെ ആരാണ് തുടങ്ങിയത്? അത് ക്രൈസ്തവ മിഷണറിമാരാണ് തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയതാരാണ്? ഇവിടേക്ക് വന്നൊരു ക്രിസ്ത്യൻ മിഷണറിയാണ്. റിങ്കിൽ തോബിയാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്. അടിമക്കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. കോട്ടയത്തും ചങ്ങനാശ്ശേരിയും മല്ലപ്പള്ളിയും ഒക്കെ അടിമക്കച്ചവടത്തിന്റെ കേന്ദ്രമായിരുന്നു. അടിമക്കുട്ടികളെ വില പറഞ്ഞ് വിൽക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ആ അടിമക്കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി അവരെയും മനുഷ്യരായി കാണണമെന്ന് പഠിപ്പിച്ച് അവർ ദത്തെടുത്ത് പഠിപ്പിച്ച മഹാനായ മിഷണറിയാണ് ചാൾസ് മീഡ് എന്ന് പറയുന്ന തെക്കൻ തിരുവിതാംകൂറിൽ അത്തരത്തിൽ വിപ്ലവം തീർത്ത മിഷണറി. അടിമക്കച്ചവടം ഇവിടെ നിർത്തലാക്കിച്ചത് ആരാണ്? കേണൽ മൺട്രോയും ചാൾസ് മീഡിനെയും പോലുള്ള ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അത്തരം ചരിത്രം നമ്മൾ മറന്നു പോകരുത്. വായനയുടെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടിനെ പോലുള്ള നമുക്ക് ആദ്യത്തെ പത്രങ്ങൾ നൽകിയ, ഇവിടെ അച്ചടിച്ച ആദ്യത്തെ പത്രം ആരുടേതാണ്? അത് ക്രിസ്ത്യൻ മിഷണറിമാരുടേതാണ്. രാജ്യസമാചാരവും പശ്ചിമോദയവുമാണ് ആദ്യത്തെ പത്രങ്ങൾ. അതിൽ ക്രൈസ്തവമായ വാർത്തകൾ മാത്രമല്ല, ആനുകാലിക സംഭവങ്ങൾ, മറ്റു പല കാര്യങ്ങൾ, നാട്ടുവിശേഷങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പത്രങ്ങൾക്ക് രൂപമാതൃകയാകുന്ന വിധം പത്രം അച്ചടിച്ച് വിതരണം ചെയ്ത ഹെർമൻ ഗുണ്ടർട്ട്, മലയാളത്തിന് വ്യാകരണം നൽകിയ ഹെർമൻ ഗുണ്ടർട്ട്, ചതുരാക്ഷര ലിപിയെ ഉരുണ്ടാക്ഷരത്തിലേക്ക് മാറ്റിയ ബെഞ്ചമിൻ ബെയ്ലി, CMS കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന അച്ചടി സ്ഥാപിച്ച ബെഞ്ചമിൻ ബെയ്ലി, ഇവരുടെയൊക്കെ നിസ്തുല്യമായ സംഭാവനകൾ നമ്മൾ എങ്ങനെ മറക്കും? ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് നൂറുകണക്കിന് പെൺകുട്ടികളെ മോചിപ്പിച്ച മീക്കാർ മൈക്കിൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത്തരം സംഭാവനകൾ നമ്മൾ എങ്ങനെ വിസ്മരിക്കും? ഈ മിഷണറിമാരുടെ, ധീരരായിട്ടുള്ള ഈ മിഷണറിമാരുടെ ചരിത്രം നമ്മൾ എന്തുകൊണ്ട് മറന്നു പോകുന്നു? ചിലരിതിനെ ബോധപൂർവം മറച്ചു വെക്കുന്നു, ചിലരിതിനെ മായ്ച്ചു കളയാൻ ശ്രമം നടത്തുന്നു. എന്നാൽ എത്ര മായ്ച്ചു കളഞ്ഞാലും, എത്ര വിസ്മൃതിയിലേക്ക് തള്ളിക്കളയാൻ ശ്രമിച്ചാലും ഈ ധീരന്മാരായിട്ടുള്ള ക്രൈസ്തവ മിഷണറിമാരുടെ ചരിത്രം എൽക്കാലത്തും തിളങ്ങി വിളങ്ങി നിൽക്കുമെന്ന് ഞങ്ങൾ അടിയുറച്ചു പറയുന്നു.